സനൽകുമാർ ശശിധരനെ അറിയാമോ? നല്ലൊരു സംവിധായകനാണ്. അദ്ദേഹം ഒഴിവ് ദിവസത്തെ കളി എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്, അടിപൊളി കഥയാണ്, ഉണ്ണിയാറിൻ്റെ കഥയാണ് അത്. അതിന് കേരള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. ഈ അടുത്ത് ലാസ്റ്റ് അദ്ദേഹം ചെയ്തു വെച്ചത് വഴക്കെന്ന് പറഞ്ഞൊരു സിനിമയാണ്. വഴക്കെന്ന് പറഞ്ഞ സിനിമ ടൊവിനോ നായകനായ ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമേനെ ചൊല്ലി കുറേ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ വന്നു. ടൊവിനോ ആയിട്ടൊക്കെ പല പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായി. അതെന്തോ ആവട്ടെ, ഇപ്പോൾ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. ഈ അടുത്ത കേട്ടൊരു വാർത്തയാണ്. അപ്പോൾ ഈ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് എന്താണെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. ആ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തുടരും എന്ന സിനിമ കണ്ടു. 2020 ഞാൻ എഴുതിയ തീയാട്ടം എന്ന സിനിമയുടെ ഉടുപ്പ് മോഷ്ടിച്ച് സിനിമയാക്കിയിരിക്കുന്നതാണ് തുടരും. അതിൻ്റെ ഉള്ള് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തത് കൊണ്ടോ തിരിച്ചറിയാത്ത രീതിയിൽ മാറ്റി എഴുതാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതോ കൊണ്ട് ഉള്ള് ഇപ്പോഴും ഭദ്രമാണ്. അമ്പി എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയിൽ ഒരാളെ കൊന്ന് അയാളുടെ തല അറുത്ത് വെച്ച ശേഷം അമ്പിയെ പോലീസ് കുടുക്കുന്നതാണ് കഥ. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന എൻ്റെ തിരക്കഥയിലെ ഒരു അവശ്യ ഡയലോഗ് ഒരാവശ്യവുമില്ലാഞ്ഞിട്ടും ഇതിൽ പറയുന്നുണ്ട്. തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതെ മോഷ്ടിക്കാൻ വിദഗ്ധരായ കള്ളന്മാർ പോലും ചില കൗതുകങ്ങൾ കൊണ്ട് സ്വയം മറന്നുപോകും. അതുപോലൊന്നാണ് ആ ഡയലോഗിൻ്റെ ഉപയോഗമെന്ന് തോന്നി. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, മുരളി ഗോപി, സുധീർ കരമന തുടങ്ങിയവർ അതിൽ അഭിനയിക്കുന്ന സിനിമയായി സെഞ്ചുറി പ്രൊഡക്ഷൻ അതിൻ്റെ നിർമ്മാണം നടത്തുന്നതിനും ധാരണയായിരുന്നു എന്നതാണ് സനൽകുമാർ ശശിധരൻ പങ്കുവച്ചിട്ടുള്ള ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഈ കുറിപ്പ്. അപ്പോൾ ഇതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ഉടുപ്പാണ് ഈ നമ്മുടെ തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കള്ളത്തരം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ സനൽകുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ സനൽകുമാറിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വഴക്കെന്ന് പറഞ്ഞ സിനിമേനെ തുടർന്ന് കുറേ കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും മഞ്ജു വാര്യറും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ തുടരെ വന്നുകൊണ്ടിരുന്നു. മഞ്ജു വാര്യരായിട്ട് വന്നത് മറ്റേതോ സിനിമ എന്താ കയറ്റം ഈ സനൽകുമാറിൻ്റെ തന്നെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്ന സിനിമയായിരുന്നു കയറ്റം. അതിപ്പോൾ എന്തോ അതിൻ്റെ പരിപാടികൾ എന്തോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇതേ ഒരു പുതിയ വിഷയം തലപൊക്കിയിരിക്കുന്നത്. അപ്പോൾ തുടരുമെന്ന സിനിമയുടെ ഉടുപ്പാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കമൻറ്റുകളെ, അപ്പോൾ ഈ പോസ്റ്റിന് താഴെ വന്ന 1-2 കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇനിയിപ്പോൾ അടുത്ത ഉടുപ്പ് തയ്ക്കി അങ്ങനെ പറഞ്ഞ ഒരാൾ കളിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്. പശു ചത്തു മോരിലെ പുളിയും പോയി മോനെയാണ്. അതായത് തുടരും സിനിമ വന്നു, ഹിറ്റടിച്ചു, കാശ് വാരി, അത് കഴിഞ്ഞു, അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് എന്തേ പറയണത് എന്നുള്ള രീതിയിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും സനലയ്യ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ശരിക്കും കളിയാക്കേണ്ട. അപ്പം അങ്ങനെ കമൻറ്റുകൾ കുറച്ച് മാത്രം വന്നിട്ടുള്ളൂ. വന്ന കമൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. സനൽകുമാറിനെ കളിയാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. ഇനി തുടരുമെന്ന സിനിമ ഹിറ്റടിച്ചു, എന്തായാലും ആ കഥ കഴിഞ്ഞല്ലോ. ഈ സനൽകുമാർ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന തിരക്കഥ ഇതിലും ഗംഭീരമാണെങ്കിൽ ആ തിരക്കഥയുടെ ഉള്ളു ഭദ്രമാണെന്ന് സനൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അടിപൊളിയായിട്ട് ആ സ്റ്റോറിക്ക് വേറൊരു ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് എഴുതി അടിപൊളിയാക്കി ആ സിനിമ പുത്തനാക്കി അവതരിപ്പിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഇനി തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയുടെ പിന്നാലെ ഈ കാര്യവും പറഞ്ഞു പോയി ഒച്ച വെച്ച് അവരെ ഒന്ന് വഴക്കടിപ്പിച്ച് അവരുടെ പിന്നാലെ ഈ പ്രശ്നവുമായിട്ട് നടന്ന് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കി, ആ പ്രശ്നത്തിൻ്റെ മേലിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കി, ആ പ്രശ്നത്തിൻ്റെ മേലിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ പോകുന്നതിനേക്കായി നല്ലത് ഇപ്പം കയ്യിലുള്ള തിരക്കഥയുടെ ഉള്ളു ഭദ്രമാണെങ്കിൽ ആ ഉള്ളിനെ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കിയെടുക്കൂ, അഴകാക്കിയെടുക്കൂ, സൂപ്പറാക്കിയെടുക്കൂ. അപ്പോൾ അതാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.